ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. 2024 വമ്പൻ വിജയങ്ങളുടെ പട്ടികയിൽ ഒരു കുഞ്ഞൻ ചിത്രം കൂടെ, അതും ഒരു അവാർഡ് പടം. ദിവ്യപ്രഭയും കനി കുസൃതിയും നിറഞ്ഞാടിയ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ആ ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ തരംഗമായിരുന്നു. പ്രത്യേകിച്ച് ദിവ്യപ്രഭയുടെ നഗ്നരംഗങ്ങൾ, ആ ഒരു സീൻ വന്നതോടുകൂടി തന്നെ സോഷ്യൽ മീഡിയ ആയ എക്സ് നിന്ന് കത്തുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടു. ആഴ്ചകളോളം അങ്ങനെ ഒരു തരംഗം സൃഷ്ടിച്ചു. പിന്നീട് നമ്മൾ കണ്ടത് കേരളത്തിൽ ഉള്ള റിലീസിൽ വമ്പൻ കളക്ഷനാണ് സിനിമയ്ക്ക് നേടുന്നത് എന്നുള്ളത്. ഓരോ ദിവസവും കുറഞ്ഞ ഒരു തിയേറ്ററിൽ കൗണ്ട് വന്ന സിനിമ എല്ലാ ദിവസവും സ്റ്റഡി കളക്ഷനോടെ 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പെർ ഡേ നേടുന്ന ഒരു കാര്യം. അങ്ങനെ ഇന്ത്യയിൽ നിന്ന് മാത്രമായിട്ട് സിനിമ നേടിയത് 1.5 കോടിക്ക് മുകളിലാണ്. വേൾഡ് വൈഡായിട്ട് സിനിമ നേടിയത് 15 കോടിക്ക് മുകളിലും. ഫ്രാൻസിൽ നിന്ന് സിനിമ നേടിയത് 9 കോടിക്ക് മുകളിലുമാണ്. ലോകത്തുള്ള പല പ്രമുഖ വ്യക്തികളുടെയും ഇഷ്ട സിനിമകളുടെ പട്ടികയിലേക്ക് ഈ ഒരു സിനിമ കയറുകയും ചെയ്തു. പ്രഭയായി നനച്ചതെല്ലാം എന്ന മലയാള പേരിൽ വന്ന ഈ ഒരു ചിത്രം 2024 മുഖ്യധാര പത്രങ്ങളോ മുഖ്യധാര ചാനലുകളോ ഒന്നും വകവയ്ക്കാത്ത ഒരു സിനിമയായി മാറി. ഇതിനകത്തിലെ നഗ്നരംഗങ്ങൾ മാത്രമാണ് കൂടുതലും ആളുകൾ ശ്രദ്ധിച്ചത്. പക്ഷേ സിനിമയുടെ വിജയം ആരും പറഞ്ഞു കേട്ടില്ല. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു 12-13 സിനിമകളാണ് 2024 വിജയമായി കണ്ടത്. ആ ഒരു സിനിമകളുടെ കൂടെ വലിയ വിജയമായി മാറുകയാണ് ദിവ്യപ്രഭയും കനി കുസൃതിയും നിറഞ്ഞാടിയ ഈ ഒരു സിനിമ. മികച്ച ഒരു സിനിമയായി തന്നെ മുന്നോട്ട് പോകുമ്പോൾ സിനിമയുടെ OTT കാര്യങ്ങളെല്ലാം വരികയാണ്. OTTക്ക് വേണ്ടി കടുത്ത ഒരു മത്സരം തന്നെയാണ് നടക്കുന്നത്. അന്താരാഷ്ട്ര ചലച്ചിത്ര മേളകൾ ഉൾപ്പെടെ വലിയ രീതിയിൽ പ്രശംസ നേടിയ സിനിമയാണ്. കാൻ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ നമ്പർ 1 തിരഞ്ഞെടുത്ത ഈ ഒരു സിനിമ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാവുകയാണ്. അങ്ങനെയാണെങ്കിൽ OTTയിൽ വമ്പന്മാരാണ് ഈ സിനിമയുടെ പുറകെ. അടുത്ത വർഷം ആദ്യം ഈ സിനിമ OTTയിൽ ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ ഒരു അവാർഡ് പടത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ കളക്ഷനിലേക്ക് സിനിമ എത്തുകയാണ്. അങ്ങനെ 2024 100 കോടിയും 150ഉം 200ഉം കോടി നേടിയ സിനിമകളെക്കാൾ കൂടുതൽ പ്രശംസയും പേരും ഈ സിനിമയ്ക്ക് എത്തുകയാണ്. അതായത് ചെറിയ മുതൽ മുടക്കിൽ വന്ന വലിയ ആർട്ടിസ്റ്റുകൾ, പ്രമുഖരായ ആർട്ടിസ്റ്റുകൾ ഇല്ലാതെ വന്ന സിനിമ ഒരു അവാർഡ് പടമായിട്ട് പോലും കനി കുസൃതിയും ദിവ്യപ്രഭയും മാത്രം അഭിനയിച്ച, അല്ലെങ്കിൽ അവരെ മാത്രമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അറിയുന്നത്. ബാക്കി ആരെയും നമ്മൾ അത്ര കണ്ടു പരിചയമില്ല. എന്നിട്ട് പോലും ആ സിനിമ വലിയ ഒരു വിജയമായി. അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ഭൂരിഭാഗം കളക്ഷനും വന്നത്. എന്താണെങ്കിലും ഈ സിനിമ 2024 നമ്പർ 1 സിനിമയായി മാറുകയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗ്രേറ്റ് മീഡിയാസ്.